إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിളിക്ക് ഉത്തരമേകിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് പരിശുദ്ധമായ മക്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഈ തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ വെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ടും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. അതുകൊണ്ട് തന്നെയാണ് തൽബിയത്തിൽ നാം ഇപ്രകാരം പറയുന്നത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. നിന്റെ വിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം. സഹോദരങ്ങളെ, ഹജ്ജ് വലിയ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനം പരിശുദ്ധമായ ഹജ്ജ് അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് എന്നതാണ്. തൽബിയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നാം പ്രഖ്യാപിക്കുന്നത് അതാണ്.
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യഥാർത്ഥത്തിൽ യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, ഉത്തരം ചെയ്തിരിക്കുന്നു. ആ തൽബിയത്തിന്റെ അവസാനത്തിലെത്തുമ്പോ വീണ്ടും ഓരോ ഹാജിയും പ്രഖ്യാപിക്കുന്നത് ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല തന്നെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിലുടനീളം ഈ ഒരു പ്രഖ്യാപനം നാം കാണുകയാണ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു നിമിഷം പോലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങളിൽ, ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല. അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഹാസ തൗഹീദിന്റെ ഭാഗമാണ് എന്ന് ചില ആളുകൾ വാദിക്കുകയും സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോ അത് തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് സത്യത്തിൽ ഹജ്ജ് കർമ്മത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സ്മരണയാണ് ഹജ്ജിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹജ്ജിന്റെ കർമ്മത്തിലുടനീളം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തെ മുഴുവൻ നമ്മൾ ഓർക്കുമ്പോഴും ഒരു സ്ഥലത്തു പോലും അവരെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു വിളിച്ച് തേട്ടം നമുക്ക് ഹജ്ജിന് കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ കാക്കണേ എന്നൊരു തേട്ടം ഹജ്ജിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ചില ആളുകൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് എന്താണ് ഹജ്ജ് എന്ന, ഹജ്ജ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ ഏതെങ്കിലും ജാറങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഉറൂസാണ്, അഥവാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരിലുള്ള ആണ്ട് നേർച്ചയാണ്, ഉറൂസാണ്. ഓരോ വർഷത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞ അതൊരു ഉറൂസാണ്, അത് ആണ്ട് നേർച്ചയാണ് എന്ന് എഴുതാനും പ്രസംഗിക്കാനും പോലും ചില പുരോഹിതന്മാർക്ക് യാതൊരു മടിയുമില്ല. സഹോദരങ്ങളെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ അറുക്കാൻ പോകുമ്പോ പിശാചിനെ എറിഞ്ഞാട്ടിയ ഓർമ്മ പുതുക്കലാണ് ജംറയിൽ കല്ലെറിയുമ്പോൾ ഓരോ ഹാജിമാരും ചെയ്യുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ വിളിച്ചുകൊണ്ട് ഇസ്മായിൽ നബിയെ പിശാചിൽ നിന്ന് എനിക്ക് കാവൽ നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഹാജർ അലൈഹിസ്സലാം ഹാജറാബിന് സഹായം അന്വേഷിച്ച് പരക്കമ്പാന സ്മരണയാണ് സഫാ മർവക്കിടയിൽ ഓടുമ്പോൾ ഹാജിമാർക്കുണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഹാജർബിയെ കൊണ്ട് കാവൽ നൽകണേ എന്നുള്ള ഒരു ദുആ അവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. വലിയ സഹനത്തിന്റെ സന്ദേശമാണ് സംസം വെള്ളം നമുക്ക് നൽകുന്നത്. എന്നാൽ സംസം വെള്ളത്തിന്റെ ബറക്കത്ത് കൊണ്ടോ ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, ഹാജർ അലൈഹിസ്സലാം തുടങ്ങിയവരുടെ ഹക്ക് കൊണ്ടോ ഉള്ള ഒരു തേട്ടം ഹജ്ജിൽ എവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ ഹജ്ജ് തൗഹീദിന്റെ വിളംബരമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഹജ്ജിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എവിടെയും അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുവല്ലാത്തവരോട് അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന എന്തെങ്കിലും ഒന്ന് ഹജ്ജിന്റെ വേളയിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകൾ പലപ്പോഴും അഡ്വാൻസായി ഹജ്ജിനെ ബാത്തിലാക്കിക്കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അവരുടെ ലക്ഷ്യം തന്നെ അവർ മറക്കുകയാണ്. ഇങ്ങ് ഭീമാപ്പള്ളി മുതൽ ആരംഭിച്ച് അങ്ങ് മംഗലാപുരം വരെ ഉള്ള മുഴുവൻ ചാരങ്ങളിലും ഖബകുടീരങ്ങളിലും കയറിയിറങ്ങി അവസാനം വലിയ മക്ബറയിലേക്ക്, ജാറത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അഥവാ പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാനുള്ള ആ ഒരു സിയാറത്തിന്റെ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഹജ്ജിന് തന്നെ പോകുന്നത്. ആലോചിച്ചു നോക്കൂ. ഹജ്ജ് കർമ്മവും പ്രവാചകന്റെ ഖബർ സന്ദർശനവും മദീന സിയാറത്തും തമ്മിൽ എന്തെങ്കിലും പുലബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല എന്നത് നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ശരിക്ക് വാട വെടിയാനും തൗഹീദ് ഊട്ടിയുറപ്പിക്കുവാനും ഓരോ ഹജ്ജും നമുക്ക് ഊർജം പകരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കഴിവും
നമ്മുടെ കഴിവുകേടും എല്ലാം അല്ലാഹുവിൽ പരിപൂർണമായി സമർപ്പിക്കുകയാണ് തൽബിയത്തിലൂടെ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അല്ലാഹുവേ, എല്ലാ സ്തുതിയും നിനക്കാകുന്നു, കാരണം എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാകുന്നു. എല്ലാറ്റിന്റെയും പരമാധികാരം പടച്ചവനെ നിനക്കാകുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക. വീണ്ടും അല്ലാഹുവിനോട് ഓരോ ഹാജിമാരും ഓരോ വിശ്വാസിയും ഏറ്റുപറയുകയാണ്, പടച്ചവനെ എല്ലാ സ്തുതിയും നിനക്കാകുന്നു, കാരണം എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാകുന്നു, പരമാധികാരം നിനക്ക് മാത്രമാകുന്നു. അടിമയായ നമുക്ക് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയതല്ലാത്ത ഒരു കഴിവും എനിക്കില്ല റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ തുറന്ന് സമ്മതിക്കുകയാണ് ഓരോ തൽബിയത്തിലൂടെയും ചെയ്യുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ കഴിയില്ല. അഹങ്കരിക്കാനുള്ള അവകാശം നമുക്കില്ല. അതിനുള്ള യാതൊരു വഴിയുമില്ല. ഇനി ഹജ്ജ് ചെയ്യുന്നതിലൂടെ വിശ്വാസിക്ക് ധാരാളം പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുന്നത്. ഹജ്ജിന്റെ ഓരോ കർമ്മം എടുത്ത് പരിശോധിക്കൂ. ഹജ്ജിന്റെ ഓരോ കർമ്മവും നമുക്ക് വലിയ വലിയ പുണ്യമാണ് നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഹജ്ജിന് പുറപ്പെട്ടതു മുതൽ പ്രതിഫലം തന്നെ. فإنك إذا خرجت من بيتك تأم البيت الحرام لا تضع ناقتك خفا ولا ترفعه إلا كتب الله لك به حسنة ومحى عنك خطيئة. നിന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ ഹറമിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ഒട്ടകം അതിന്റെ ഓരോ കാലടികൾ ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും അല്ലാഹു നിനക്ക് ഓരോ നന്മ രേഖപ്പെടുത്തുകയും ഓരോ തിന്മ അല്ലാഹു നിനക്ക് മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേ ഹജ്ജിലേക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ആ കഅബാലയത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഓരോ കാലടിക്കും അവന്റെ ഓരോ തിന്മകൾ മായ്ക്കപ്പെടുന്നു, ഓരോ നന്മകൾ അവന്റെ പേരിൽ അല്ലാഹു എഴുതി രേഖപ്പെടുത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടേക്ക് പ്രവേശിച്ച് ആ കഅബാലയത്തിലേക്ക് എത്തിച്ചേർന്ന് ആ തവാഫിന്റെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ ഫഅമ്മാ റക്അതക ബഅദ തവാഫി കൈതിക റകബത്തി മിൻ ബനി ഇസ്മാഈൽ. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് ഇസ്മാഈൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്. തവാഫിന്റെ 2 റക്അത്തിന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. ഇനിയോ മൂന്നാമതായി വഅമ്മാ തവാഫുക ബിസ്സഫ വൽ മർവ കൈതിക 70 റകബ. സഫ മർവയിലെ തവാഫ് 70 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാലാമതായി അറഫ സംഗമം. അമ്മാ വുഖൂഫു കാശിയതൻ അറഫ. അറഫയിൽ താമസിക്കുന്നതിന്റെ പുണ്യം. ഫഇന്നല്ലാഹ യഹ്ബിതു ഇല സമാഇ ദുനിയ ഫയുബാഹി ബികുമുൽ മലായിക യഖൂലു ഇബാദി ജാഊനി ശുബ്സൻ മിൻ കുല്ലി ഫജ്ജിൻ അമീൻ യർജൂന റഹ്മതി. തീർച്ചയായും അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ വിഷയത്തിൽ മലക്കുകളോട് പറയുന്നു. മലക്കുകളോട് അഭിമാനം കൊണ്ടുകൊണ്ട് പറയും, ഇബാദി ജാഊനി, എന്റെ അടിമകളാണ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത്, അവരെ നോക്കൂ. ശുബ്സൻ മിൻ കുല്ലി ഫജ്ജിൻ അമീൻ യർജൂന റഹ്മതി. എന്റെ അടിമകളിതാ എന്നിലേക്ക് എല്ലാ ഊടുവഴികളിൽ നിന്നും ജടപിടിച്ച മുടിയുമായി എന്റെ കാരുണ്യം കാക്ഷിച്ചുകൊണ്ടിതാ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. എന്റെ അടിമകളെ, നിങ്ങളുടെ പാപങ്ങൾ മണൽത്തരികളുടെ എണ്ണത്തോളമോ മണത്തുള്ളിയുടെ കണക്കെയോ കടലിലെ നുരകളോളമോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമെന്ന. നിങ്ങൾ ശുപാർശ ചെയ്ത ആളുകൾക്കും പാപമോചനം ലഭിച്ച അവസ്ഥയിൽ അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിക്കൊള്ളുക എന്ന് അല്ലാഹു അറഫയിൽ വെച്ച് വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തന്റെ അടിമകളെ ഹാജിമാരെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തുവോ, ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്തുവോ, അവരുടെയും പാപങ്ങൾ ഇതാ ഈ ദിവസം പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ അറഫയിൽ നിന്നും പാപമോചനം തേടിയവരായി ഒഴുകിക്കൊള്ളുക എന്ന് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തീർന്നില്ല. വഅമ്മാ റംയുൽ ജിമാർ
ഫലക ബികുല്ലി ഹസാദിൻ റമൈതക തക്ഫീറു കബീറത്തിൻ മിനൽ മുബികാത്. ജംറകളിലെ കല്ലേറ് ഓരോ ചരൽക്കല്ല് കൊണ്ടും നിന്റെ ഓരോ വൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. വഅമ്മാ ലഹുറുക ഫമദ്ഹൂറുൻ ലക ഇൻദ റബ്ബിക. നിന്റെ ബലികർമ്മം നിന്റെ റബ്ബിങ്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്തായിരിക്കും. വഅമ്മാ ഹിലാകുക റഅസക. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു, വഅമ്മാ ഹിലാകുക റഅസക. നിന്റെ തലനെ മുണ്ടനം ചെയ്യുമ്പോ ഓരോ മുടി കൊണ്ടും ഫലക ബി കുല്ലി ശഅറത്തിൻ ഹലകതക ഹസനത്തുൻ വതുംക അൻക ബിഹാ ഖതിയത്തുൻ. ഓരോ നന്മകൾ രേഖപ്പെടുത്തുകയും ഓരോ തിന്മകൾ മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. തലമുണ്ടനം ചെയ്യുമ്പോ ഓരോ മുടി കൊണ്ടും ഓരോ നന്മ അല്ലാഹു രേഖപ്പെടുത്തും. അവരിൽ അല്ലാഹു ഓരോ തിന്മ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. അവസാനം അമ്മാ തവാഫുക ബിൽ ബൈതി ബൈദ ദാലിക. അതിനുശേഷം അവസാനത്തെ ആ വിടവാങ്ങൽ തവാഫിൽ വിദാ ചെയ്യുമ്പോ ഫഇന്നക തതൂഫു വലാ ദംബ ലക. ഒരു പാപവും ബാക്കിയില്ലാത്ത നിലയിലാകും നീ തവാഫ് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അവസാനം എല്ലാം കഴിഞ്ഞാൽ യഅതി മലക്കുൻ ഹത്താ യദാ യദൈഹി ബൈന കത്ഫൈക ഫയഖൂലു ഇമൽ ഫീമാ തസ്തഖ്ബിലു ഫഖദ് ഗുഫർ ലക മാ മദാ. ഒരു മലക്ക് താങ്കളുടെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് പറയും, ഭാവിയിലേക്ക് വേണ്ടി ഇനി നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, മുൻകഴിഞ്ഞതെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അതെ, ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് അവസാനത്തെ തവാഫും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഒരു മലക്കിനെ അയക്കും. ആ മലക്ക് ആ ഹാജിയുടെ തോളിന് ആ പിടലിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഇനി എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനാണ് നീ. അതുകൊണ്ട് ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങളുടെ എല്ലാ പാപങ്ങളും മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന ആ ഒരു സന്ദേശത്തോടു കൂടി ആ മലക്കിന്റെ പറച്ചിലോട് കൂടിയാണ് ഓരോ ഹാജിയും അവിടെ നിന്ന് മടങ്ങി വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിനെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുവരുന്ന ഹാജിമാർക്കായി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇവ ആഗ്രഹിക്കാനും വരും വർഷങ്ങളിൽ ഹജ്ജ് ചെയ്യാനും അതിനുള്ള മനസ്സും പരിശ്രമവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതിമഹത്തായ ദിനങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ദിനം ദുൽഹിജ്ജ 9 അറഫ ദിനം. ഇതുപോലെ ഒരു ദിനം മറ്റൊരു മതത്തിനും അവകാശപ്പെടാനില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരേ സ്ഥലത്ത്, ഒരേ വസ്ത്രത്തിൽ, ഒരേ മനസ്സോടുകൂടി, ഒരേ തക്ബീർ ധ്വനി മുഴക്കി എല്ലാ വർഷവും അറഫ ദിനത്തിൽ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്താണ് അറഫ ദിനത്തിന്റെ ശ്രേഷ്ഠതകൾ? ഒന്ന്, പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ്. 1400 വർഷങ്ങൾക്കപ്പുറം ഇതുപോലൊരു അറഫ ദിനത്തിൽ പ്രവാചകൻ നടത്തിയ ഖുതുബയിലൂടെയാണ് അല്ലാഹുവിന്റെ മതം പൂർത്തിയാക്കിയതായി അല്ലാഹു അറിയിച്ചത്. അല്ലാഹു അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അവന്റെ മതത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വചനം അവതരിച്ചത് ഒരു അറഫ ദിവസത്തിലാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദൂതൻ വന്ന് ചോദിച്ചപ്പോ
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നമുക്ക് കാണാം. യാ അമീറുൽ മുഅ്മിനീൻ ആയത്തും ഫീ കിതാബിക തഖറഊനക ലൗ അലൈനാ മക്സറൽ യഹൂദി നസലത് ലതഖദക ദാലിക ലൗ മഈദാ. അല്ലയോ വിശ്വാസികളുടെ നേതാവേ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഈ വചനമെങ്ങാനും ഞങ്ങൾ ദൂതന്മാർക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിനത്തെ ആഘോഷ ദിനമാക്കി മാറ്റുമായിരുന്നു. നൽകിയ മറുപടി തങ്ങൾക്ക് അതിറങ്ങിയ ആ ദിവസവും സ്ഥലവും കൃത്യമായി അറിയാം. വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴായിരുന്നു അത്. ജൂതന്മാർ ആഘോഷമാക്കി മാറ്റുമെന്ന് പറഞ്ഞ ദിവസം ഇസ്ലാം ആഘോഷമാക്കി മാറ്റിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷമാക്കാൻ പഠിപ്പിച്ചില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഇസ്ലാമിന്റെ പേരിൽ ഓരോ പുത്തൻ ആചാരങ്ങളും ആഘോഷങ്ങളും ഈ മതത്തിൽ പടച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് പ്രവാചകന്റെ ഈ വചനത്തിൽ അല്ലെങ്കിൽ ഇതിൽ വലിയൊരു പാഠമുണ്ട്. രണ്ടാമതായി അല്ലാഹു സത്യം ചെയ്ത ദിവസമാണ് അറഫാ ദിനം. വളരെ വലിയ മഹത്വമുള്ള കാര്യങ്ങളെ കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്യുക. വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷിയും വഹിക്കുന്നവനും സാക്ഷിയും തന്നെയാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. വയൗമുൽ മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ യൗമ അറഫ, അത് അറഫ ദിനമാകുന്നു. വശാഹിദൻ, സാക്ഷി എന്ന് പറഞ്ഞാൽ യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വയൗമുൽ മഷ്ഹൂദ്, വിശുദ്ധ ഖുർആൻ അറഫ ദിവസത്തെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട്. വശഫി വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. അശ്ശഫു യൗമുൻ നഹർ, ഇരട്ട എന്ന് പറഞ്ഞാൽ അത് വലിദിനമാകുന്നു. വൽ വത്റു, ഒറ്റ എന്ന് പറഞ്ഞാൽ യൗമ അറഫ, ദുൽഹിജ്ജ 9 ഒറ്റ യൗമ അറഫ, അറഫ ദിവസമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. വലയാലിൻ നശ്ർ, അതുപോലെ 10 രാത്രികൾ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി കാണാം, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ അല്ലാഹു തന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന വിശ്വാസികൾ അറഫയിൽ സംഗമിക്കുന്ന ദിവസം മലക്കുകൾ ഇറങ്ങുന്നത് കാണുന്നതിനാൽ പിശാചി ഈ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും പിശാചി ഏറ്റവും നിന്ദനായി തീരുന്നതും. ഈ ദിനങ്ങളിലാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വലയാലിൻ നശ്ർ എന്ന ആ 10 ദിനങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നു. ഈ ശ്രേഷ്ഠതകളെല്ലാം ഉള്ളതിനാലാണ് അല്ലാഹു ഈ ദിനങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തത്. ഇനി മൂന്നാമതായി ധാരാളം ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാകുന്ന യൗമ അറഫ. قال رسول الله صلى الله عليه وسلم ما من يوم اكثر من ايوتك الله فيه ابدا من النار من يوم عرفه. അറഫ ദിവസത്തേക്കാൾ അല്ലാഹു നരകത്തിൽ നിന്ന് തന്റെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാലാമതായി അറഫയിൽ സംഗമിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് അഭിമാനം കൊള്ളുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ യസ്തവജല്ല യുബാഹി അൽ മലായികത യാ അഹ്ല അറഫാത്ത് യഖൂലു ഉൻദുറു ഇലാ ഇബാദി ശുസൻ നുബറ. നിശ്ചയമായും മലക്കുകളോട് അല്ലാഹു പറയും, അറഫയിൽ സംഗമിച്ച ആളുകളെ സംബന്ധിച്ച് ജഡയും പൊടിയും പറ്റിയ എന്റെ അടിമകളെ നോക്കൂ മലക്കുകളെ എന്ന് ആ ഹാജിമാരെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു അഭിമാനം കൊള്ളുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാ മിൻ യൗമിൻ അക്സറ മിൻ യുതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വ ഇന്നഹു ലയദ്നു ثم يباغي بهم الملائكه فيقول ما اراد هؤلاء. അല്ലാഹു അടുത്തേക്ക് വരും, പിന്നെ മലക്കുകളോട് അറഫയിൽ സംഗമിക്കുന്നവരെ കുറിച്ച് അഭിമാനം കൊള്ളും. എന്നിട്ട് അല്ലാഹു പറയും, മാ അറാദ ഹൗലായി, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് അറഫയിൽ സമ്മേളിക്കുന്ന വിശ്വാസികൾ മാ അറാദ ഹൗലായി, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഇനി വരുന്ന നിമിഷങ്ങളിൽ
അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഹൈറു ദുആഇ ദുആഉ യൗമ അറഫ. ഏറ്റവും ഹൈറായ ദുആ അറഫയിലെ ദുആയാകുന്നു. ഹൈറു ദുആഇ ദുആഉ യൗമ അറഫ. അറഫ ദിവസത്തെ ദുആ ഏറ്റവും ഹൈറായ ശ്രേഷ്ഠമായ ദുആ. അഫ്ദലു ദുആഇ ദുആഉ യൗമ അറഫ. അറഫ ദിവസം ദുൽഹിജ്ജ 9 അല്ലാഹുവിനോട് നമ്മൾ നടത്തുന്ന ദുആ പ്രാർത്ഥന ഏറ്റവും പ്രാർത്ഥനകളിൽ ഏറ്റവും അഫ്ദലാണ്, ശ്രേഷ്ഠമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. ദുൽഹിജ്ജ 9 നോമ്പെടുത്തുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ തേടുക, തൗബ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ അറഫ ദിവസത്തിലെ നോമ്പ് സിയാം യൗമ അറഫ അർതസിബു അലല്ലാഹി അയ്യുകഫറ സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ ഒരൊറ്റ നോമ്പ് കൊണ്ട് കടിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ എപ്പോഴാണ് നോമ്പ് നോക്കേണ്ടത്? അവിടെ ചില വസ്വാസുകള്, ചില ആളുകൾ, ഹദീസ് നിഷേധികള് നമ്മുടെ സമൂഹത്തിൽ പടച്ചുവിടുന്നുണ്ട്. എപ്പോഴാണ് അറഫ നോമ്പ് നോക്കേണ്ടത്? അവിടെ ഈ വിഷയം വസ്വാസം. ചില ആളുകൾ മനസ്സിലാക്കിയത്, പഠിപ്പിക്കുന്നത്, അറഫയിൽ ഹാജിമാർ എപ്പോഴാണോ സംഘടിക്കുന്നത് ആ ദിവസത്തിലാണ് നമ്മൾ അറഫ നോമ്പ് നോക്കേണ്ടത് എന്ന പുതിയൊരു വാദം, പുത്തൻ വാദവുമായി ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കയറിക്കൊടിയിട്ടുണ്ട്. പ്രാമാണികമായി ഒരൊറ്റ ഹദീസിലെങ്കിലും ഹാജിമാർ അറഫയിൽ എപ്പോഴാണോ സമ്മേളിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടതെന്ന് ഒരൊറ്റ ഹദീസ് പോലും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധ്യമല്ല. മറിച്ച് എങ്ങനെ ഹദീസ്? ദുൽഹിജ്ജ 9 എപ്പോഴാണോ ദുൽഹിജ്ജ മാസം 9, അത് പല നാടുകളിൽ പല സമയത്താണ്. നമുക്ക് എപ്പോഴാണോ 9 ആ ദിവസത്തിലാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് ചില ആളുകൾ പറഞ്ഞാൽ ആ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് നോമ്പ്. അതുകൊണ്ട് അവരവിടെ നിൽക്കുന്ന ദിവസം നമ്മൾ നോമ്പ് നോക്കണം. എവിടെയെങ്കിലും ഹദീസ് ഉണ്ടോ? അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ഐക്യദാർഢ്യം, അങ്ങനെ ഒരു വാക്ക് ഏതെങ്കിലും ഹദീസിന്റെ ശകലത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ അറഫാദിനും പെരുന്നാൾ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ചന്ദ്രപ്രഭയും കാഴ്ചയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് എല്ലായിടത്തും ഒറ്റ മാസപ്രവി മതി എന്ന ആ പിഴച്ച ധാരണ ഒരിക്കലും ശരിയല്ല. ഒരു സ്ഥലത്ത് പകലായിരിക്കുമ്പോ മറ്റൊരിടത്ത് ചിലപ്പോൾ രാത്രിയാകും. അതുകൊണ്ട് ആ ധാരണ നമ്മൾ തിരുത്തണം. അപ്പൊ ദുൽഹിജ്ജ 9 അപ്പോഴാണ് നമുക്ക് തിങ്കളാഴ്ചയാണ് വരുന്നത്. അപ്പൊ ആറാഴ്ചയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അറഫ ദിനത്തിൽ തഹ്‌ലീലുകൾ അധികരിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. അഫ്ദലു മാ ഖുൽതു വഅല നബിയൂന അശിയത അറഫ. ഞാനും മറ്റു നബിമാരും അറഫ സന്ധിയിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുൽഹിജ്ജ 9 അറഫ ആ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സഹോദരങ്ങളെ, ഇത്രയും ശ്രേഷ്ഠത എന്ന ഈ ദിവസം ഒരിക്കലും നമ്മൾ ആരും നഷ്ടപ്പെടുത്തിക്കൂടാ. കഴിവിന്റെ പരമാവധി നന്മകൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അറഫാ ദിനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ബലിപ്പെരുന്നാളിന്റെ സുദിനമാണ്. അറഫാ ദിനം പോലെ തന്നെ അല്ലാഹു ധാരാളം പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസം. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ സുമ്മ യൗമുൽ കർ കാന സൗറുൻ വഹുവൽ യൗമുസ് സാനി. അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം യൗമുൻ നഹർ ദുൽഹിജ്ജ 10, യൗമുൽ ഖർ ദുൽഹിജ്ജ 11 ആകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ദിവസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിലൊന്ന് നമുക്കറിയാവുന്നതുപോലെ പുതുവസ്ത്രം ധരിക്കുക എന്നതാണ്. ഈദ്ഗാഹിലേക്ക് പെരുന്നാളിന്റെ ദിവസം നമ്മൾ പോകുമ്പോൾ പുതുവസ്ത്രം ധരിക്കുക. പുതുവസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുക. പുതുവസ്ത്രം ധരിക്കുന്ന ആളുകളെ കാണുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതില്ല ദുആകളുണ്ട്, അത് നമ്മൾ ചൊല്ലുക. അതുപോലെ കുളിക്കുക, സുഗന്ധം പൂശുക. പെരുന്നാൾ നിസ്കാരം നമുക്കറിയാം പള്ളിയിലല്ല നിർവഹിക്കേണ്ടത്, അത് ഈദ്ഗാഹുകളിലാണ് നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും
പള്ളിയിൽ വെച്ച് ഈദ് നമസ്കാരം നിർവഹിച്ചതായി ഒരൊറ്റ ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഈദ്ഗാഹിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പെരുന്നാൾ നമസ്കാരം നടന്ന അതേ സ്ഥലം നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും 7:15 നമ്മുടെ ഈദ്ഗാഹ് നടക്കുക എന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തുന്നു. കാലാവസ്ഥ അനുകൂലമാകാൻ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. മഴയുള്ള ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് തന്നെ ദഈഫാണ്, ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈദ്ഗാഹിൽ വെച്ച് മാത്രമേ ഈദ് നമസ്കാരം പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ആയിരിക്കണം ഈദിലേക്ക് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകേണ്ടത്. ചെറിയ പെരുന്നാളുകൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകലാണ് സുന്നത്തെങ്കിൽ ഈ പെരുന്നാൾ ഒന്നും കഴിക്കാതെ ഈദ്ഗാഹിലേക്ക് പോകലാണ് സുന്നത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നേരത്തെ മുസല്ലയിലേക്ക് പോകുക, തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹിനെ സമീപിക്കുക, നമസ്കാരത്തിന് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും നമസ്കാരത്തിന് പങ്കെടുക്കുക. എത്രത്തോളം ആർത്തവകാരികൾ അടക്കമുള്ള സ്ത്രീകളോട് മുസല്ലയിലേക്ക് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആർത്തവകാരികൾ പങ്കെടുക്കണമെങ്കിൽ അത് പള്ളിയിലായിക്കൂടാ, അത് മൈതാനത്തിലാകണം. അവർ മറ്റുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കുകയും നമസ്കാരത്തിന് അവർ വിട്ടു നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ 11ാമത്തെ സുന്നത്ത് മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് നടന്നുകൊണ്ട് പോവുക. വാഹനത്തിൽ വരുന്ന ആളുകളാണെങ്കിലും കുറച്ചപ്പുറത്ത് വാഹനം വിട്ട് ഉറച്ചെങ്കിലും എന്ത് ചെയ്യണം, ഈദ്ഗാഹിലേക്ക് നടന്നു പോകണം. അതാണ് പ്രവാചകന്റെ സുന്നത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈദിന്റെ ദിവസം ഇസ്ലാം പഠിപ്പിച്ച ഹറാമാകാത്ത രൂപത്തില് നമുക്ക് നല്ല നിലയിൽ തന്നെ ഈദ് ആഘോഷത്തിന് സന്തോഷം പ്രകടിപ്പിക്കൽ അനുവദനീയമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തക്ബീർ ശബ്ദം ഉയർത്തണമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ചാണ് ചൊല്ലേണ്ടത്, മറിച്ച് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ള ആളുകൾ തക്ബീർ ചൊല്ലുന്ന സമ്പ്രദായം അത് മുൻഗാമികൾ മാതൃകയില്ലാത്തതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈദ്ഗാഹിലുള്ള തക്ബീർ അത് കടന്നു പോകുമ്പോഴാണെങ്കിലും ആ ഈദ് മുസല്ലിയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ശരി എല്ലാവരും ഒരുമിച്ച് തക്ബീർ ചൊല്ലുക എന്നതാണ് മുൻഗാമികളുടെ ചര്യ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പരസ്പര പെരുന്നാൾ ആശംസകൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയുന്ന ആ പെരുന്നാൾ ആശംസ നേരൽ പ്രത്യേക സുന്നത്തായി ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ മറ്റൊരു കർമ്മം ബലിയെടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഈദ് നമസ്കരിച്ചു, യൗമുൻ നഹർ, എന്നിട്ട് പ്രവാചകൻ ഖുത്ബ നടത്തി. സുമ്മൻ നഹർ സുമ്മ ഖതബ സുമ്മ ദബഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ ആ അറബ് ദിനത്തിൽ സുമ്മ ഖതബ പ്രവാചകൻ ഖുത്ബ നടത്തി, സുമ്മ ദബഹ പിന്നീട് പ്രവാചകൻ അറബ് നടത്തി എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സുന്നത്തുകളൊക്കെ ഈ ദിവസത്തിന് പരമാവധി നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഈ വരുന്ന ദിവസങ്ങളുടെ ആ ഫളില് ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസത്തെ നമ്മൾ വരവേൽക്കുക. പരമാവധി ദിക്റുകളും ദുആകളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുക. തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക. നന്മകൾ ചെയ്യുമ്പോ മറ്റുള്ള മാസങ്ങൾ മറ്റുള്ള ദിവസങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം ഈ ദിവസങ്ങളുടെ നന്മകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു ഹറാമിന് ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെടുമ്പോ മറ്റുള്ള ദിനങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷയാണ് ഈ പരിപൂർണമായ പുണ്യമാക്കപ്പെട്ട ഈ ദിവസങ്ങൾ ഒരു തിന്മ ചെയ്യുമ്പോ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി യഥാവിധ മാസത്തിലെ ഈ അവസാനത്തെ 1 മുതൽ 10 വരെയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ നല്ല നിലയിൽ ഉൾക്കൊള്ളുക, വരവേൽക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും അബദ്ധത്തിലും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഖദാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أحينا بالكتاب والسنة وأمتنا بالإيمان والتقوى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا. ربنا إنك رؤوف رحيم.